അതുതന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഒരു ബാലൻ, അത്ഭുത ബാലൻ എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ബാറ്റിൽ നിന്ന് കാണുമ്പോൾ അതൊക്കെ തന്നെ റെക്കോർഡാണ്. പുതിയൊരു റെക്കോർഡ് സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം റെക്കോർഡാണ് ഇപ്പോൾ 14 വയസ്സ് ദിവസവുമാണ് അദ്ദേഹത്തിന്റെ പ്രായം. ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഇന്ത്യക്ക് ഏറ്റവും ആവശ്യഘട്ടത്തിൽ ഇന്ത്യ ഒരു ലോക കിരീടം നേടിയിറങ്ങിയിരിക്കുന്ന ഈ മത്സരത്തിൽ നിർണായക ഘട്ടത്തിൽ അത് വൈഭവ സെഞ്ചുറി നേടിയിരിക്കുകയാണ്. 55 പന്തിലാണ് സെഞ്ചുറി നേട്ടം. ഇതോടുകൂടി ലോകകപ്പിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് സെഞ്ചുറി അതിന്റെ കൂട്ടത്തിൽ രണ്ടാമതായി മാറാനും വൈഭവിന് സാധിച്ചിട്ടുണ്ട്. സെഞ്ചുറികളുടെ ഈ സെഞ്ചുറിയേക്കാൾ ഒരു കൂറ്റൻ പ്രകടനം എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. 11 4-ഉം 12 6-ഉം അടക്കം 213.64 സ്ട്രൈക്ക് റേറ്റ് ഇതുവരെ. 64 പന്തിൽ 141 റൺസാണ് വൈഭവ് ഇതുവരെ നേടിയിരിക്കുന്നത്. ലോകകപ്പ് ഫൈനലിൽ സെഞ്ചുറി നേടുന്ന മൂന്നാമത്തെ മാത്രം ഇന്ത്യൻ താരമാണ്. ആദ്യം 2012 ഉന്മുഖ് ചന്ദും പിന്നീട് മഞ്ജോത് കൽറയുമാണ് സെഞ്ചുറി നേടിയത്. ആ ലിസ്റ്റിലേക്ക് വരികയാണ് വൈഭവ്. വൈഭവിന് മുന്നിൽ ഇനി ഒരു റെക്കോർഡ് കൂടി ബാക്കി നിൽക്കുന്നുണ്ട്. അത് ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരം എന്നുള്ളതാണ്, ഒരു മത്സരത്തിൽ എന്നുള്ളതാണ്. അത് 162 റൺസാണ് നിലവിലെ റെക്കോർഡ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 141 പിന്നിട്ടതോടുകൂടി വൈഭവ് ആ റെക്കോർഡും വൈകാതെ തന്നെ എത്തിപ്പിടിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ആരാധകർ ഒന്നുകൂടി പ്രതീക്ഷിക്കുന്ന ഒരുപക്ഷെ ഒരു 200 അതുണ്ടാകുമോ എന്നുള്ളതാണ് പല ആരാധകരും ഇതിനോടൊക്കെ തന്നെ പങ്കുവെക്കുന്ന വിവരം. എന്തായാലും വൈഭവിന്റെ സെഞ്ചുറിയുടെ കരുത്തിൽ ഇന്ത്യ മികച്ച രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. 22 ഓവറിൽ ഇതിനോടൊപ്പം തന്നെ 213 റൺസ് 2 വിക്കറ്റ് ഇഷ്ടത്തിൽ പിന്നിട്ട് കഴിഞ്ഞു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു കൂറ്റൻ സ്കോറിലെത്തി കഴിഞ്ഞാൽ പകുതി പണി കഴിഞ്ഞു. ഇന്ത്യയുടെ 6ാം ലോക കിരീടത്തിന്റെ ആ നേട്ടത്തിലേക്ക് എന്തായാലും വൈഭവ് ഒരു അത്യുജ്വല തുടക്കം തന്നെയാണ് സമ്മാനിച്ചിരിക്കുന്നത്.